ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹാപ്പി ന്യൂ ഇയർ. സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് നോട്ട് ഇൻ കേരള, ധാരാവി എന്നൊക്കെ എത്തിയിട്ടുണ്ടോ? യെസ്, ബോംബെയിലാണ്. പുതുവർഷം പുതുസ്ഥലം. ഓക്കെ, ഞാനിവിടെ എങ്ങനെ എത്തി നിങ്ങൾക്ക് അറിയണ്ടേ? അത് നിങ്ങൾ കണ്ടിട്ടോ ആദ്യം. ഓക്കെ, ഹായ് ഗായ്സ്. സോ നിങ്ങൾക്ക് ഇൻട്രോ കണ്ടു കാണുമല്ലോ. അത് ബോംബെ തന്നെയാണ്. സോ ഇതിപ്പോൾ ബോംബെയിൽ എങ്ങനെ പോകുന്നതെന്ന് കാണിച്ചത് എൻ്റെ അമ്മ മാതാജി എന്നെ കൊണ്ടുവിടാൻ പോവാണ്. സോ ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ ആവശ്യത്തിന് ലൈറ്റ് ഷിപ്പ് സർവേ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ബോംബെ എയർപോർട്ടിൽ. അമ്മ നടന്നിറങ്ങിക്കും, ഞാൻ ലിഫ്റ്റ് വരാം. സോ നിങ്ങളിപ്പം കണ്ടാണ് അവിടുത്തെ ഇൻട്രോ. ഇൻട്രോയിൽ പറഞ്ഞ പോലെ റോക്കി ബായ കണ്ട്. റോക്കി ബായ ലിഫ്റ്റ് എൻ്റെ ഫ്ലോറിന് റോക്കി ബായെ പോലെ അമ്മയ്ക്ക് വേണ്ടി സ്വർണ്ണം എടുത്തോണ്ട് വരാം. അവിടെ പോയിട്ട് വേണം. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. കാണോ, ചേച്ചിയുടെ പെട്ടി കടം മേടിച്ചു. അൽമിഷലതോ ചേച്ചിയോട് ഇതുവരെ വെയിറ്റിംഗ്. സോ 9:45 എനിക്ക് ഫ്ലൈറ്റ്. സ്പൈസ് ജെറ്റാണ്. 11:45 ലാൻഡ് ആവും. സോ ഞാൻ അവിടെ എത്തട്ടെ. റിപ്പോർട്ടൊക്കെ ചെയ്ത് ഞാൻ അകത്തെ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് അല്ലേ അമ്മ? എൻ്റെ ജീവിതത്തിൽ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ഒറ്റയ്ക്ക് കയറാൻ പോകുന്നു. ഞാൻ കാണിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്കെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ട് എങ്ങനെ ഫ്ലൈറ്റിൽ കയറണമെന്ന്. ഐ എം എ പ്രോ. അല്ല പെട്ടി വെക്കട്ടെ, പെട്ടി വെക്കാൻ പെട്ടി വെക്കട്ടെ, പെട്ടി വെച്ചിട്ട് വരാം. സോ ഗായ്സ്, സോ കയറി. എൻ്റെ പെങ്ങളാണ് ഗ്രഹനാഥ വണ്ടി ഓടിക്കുന്നത്. അവിടെ ഇരുട്ടിലുണ്ട്, കാണാം, പിന്നെ കാണിച്ചു തരാം. സോ നമ്മൾ ഇത് കോപ്പിറൈറ്റ് അടിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ വിഷയമല്ല, ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ചേട്ടാ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് മാത്രം. ഓക്കെ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തി കൊച്ചിയിലെ ആലുവയിലെ ബ്ലോക്കിന് ശേഷം നമ്മളങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി 5 കിലോമീറ്റർ മറ്റേ മെയിൻ സാധനം കാണിച്ചു തരാം. ഇനി ഒരു വേറെ സാധനം കൂടി ഉണ്ട്, അതൊക്കെ കൂടി കാണിച്ചു തരാം. ദൂരെ നോക്കൂ ഗൈസ്. എനിക്ക് വേണ്ടി എൻ്റെ ചേച്ചി കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടി പാട്ട് ഒരു ഓഫ് ചെയ്ത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിത് ഇതെടുത്ത് കാണും. അപ്പോൾ ശരി, ഇനി അകത്ത് നിന്നിട്ട് കാണിക്കാം. ടാടാ. മാതാവ് ബാക്കിയുണ്ടോ? ഹായ് മാതാവേ, ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഇപ്പം എന്തോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. അത് കയറട്ടെ. ടെർമിനൽ 1. ഗൈസ്, പാർക്ക് ചെയ്തിട്ട് വരാം. പാർക്ക് ചെയ്ത് ഒന്ന് കൊച്ചി ബോംബെയിലെ അംബാനിയുടെ അടുത്ത ആളാവാൻ പോകല്ലേ. സോ അടുത്ത അംബാനി ആകുമ്പോൾ നാളെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നു വെച്ചു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. ഞങ്ങളുടെ അമ്മയ്ക്ക് പുച്ഛം ഞാൻ അംബാനി എന്ന് പറഞ്ഞപ്പോൾ. മോനെ ഒരു നാൾ പാർക്കിങ്ങിലെത്തി. പാർക്ക് ചെയ്തു. 100 രൂപ. ரொம்ப ജാസ്തി. ഇനി സാധനം എടുക്കട്ടെ. സാധനം ഞാൻ തന്നെ എടുക്കണം, അല്ല വേറെ എടുക്കത്തില്ല. ഓക്കെ, എൻ്റെ പെട്ടി ഞാൻ തന്നെ എടുക്കണം. ആദ്യം ബാഗ് ഇടാം. തലയടിച്ചേനെ, ഇപ്പം തലയടിച്ചത്തേ. എൻ്റെ മോളെ ബാഗ് മേടിക്കുന്ന ഇടാനാണ്. അയ്യോ ക്യാമറ. ഗൈസ്, ഞാൻ ബാഗ് ഇടുന്നതിനെ കുറ്റമാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ മാതാവ് കുറ്റം പറഞ്ഞു, വിഷയമില്ല. സോ ഗൈസ്, അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് ജാഡ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ നടക്കും ടെർമിനലോട്ട്. ഡിപ്പാർച്ചർ ഗൈസ്, അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്തു. ഞാൻ എൻ്റെ സ്പൈസ് ജെറ്റ് കണ്ടിരിക്കട്ടെ. സ്പൈസ് ജെറ്റ് സ്പൈസ് ജെറ്റ് വിദൂരതയിൽ കണ്ടു ഗൈസ്. സോ അങ്ങോട്ട് ഇരട്ടെ. അമ്മയ്ക്കൊക്കെ ബൈ പറഞ്ഞു. അങ്ങോട്ട് ഇരട്ടെ. ടാറ്റാ. എയർപോർട്ടിനകം എല്ലാവരും ബ്ലറായിട്ട് ഞാൻ കാണിച്ചു. ഗൈസ്, സ്പൈസ് ജെറ്റ്. ഗൈസ്, ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് എൻ്റെ ഗേറ്റ് നമ്മൾ ചോദിക്കാൻ പറഞ്ഞു, അത് കണ്ടുപിടിക്കട്ടെ. ഗൈസ്, ക്യാമറ ഗേറ്റ് കണ്ടുപിടിച്ചു. ഗേറ്റ് 5. ഗേറ്റ് 5 ഗൈസ് ഞാൻ കയറേണ്ടത്.
ചെക്കിനൊക്കെ കഴിഞ്ഞു. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്, കുറേ തിരക്കുണ്ട്. സോ ഞാൻ കാണിച്ചുതരാം. കുറേ കടകൾ. ആർട്ട് കട, ചുമ്മാ കയറി നോക്കിയിട്ട് തരാം. അല്ലല്ല, ഓ ഗൈസ് കണ്ണ് തള്ളിപ്പോയി. ഞാൻ അതുകൊണ്ട് തിരിച്ചിറങ്ങി. ഭയങ്കര വില. കുട ജോൺസൻ്റെ ഒക്കെ കുടയൊക്കെ ഉണ്ട്, മറ്റേ പോപ്പി നാനോടെ കുടയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന ഇവിടെ 1100 ആയിരിക്കും, 10,000 ആയിരിക്കും. എനിവേ ഗേറ്റ് 5-ലെത്തി. Here is my gate. So guys, hi. നമ്മുടെ ചെക്കിനിട്ട് അവിടെ ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങി, അതിങ്ങോട്ട് വന്ന് നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ ഇവരെ ബോർഡിങ് കളിക്കണം, അതുവരെ വെയിറ്റ് ആക്കാം. 9:45 ഉള്ളൂ, 8:15 ഉള്ളൂ ടൈം. സോ ഇതിപ്പോൾ ഞാൻ ഗേറ്റ് 5-ലെ ബോർഡിങ്. ഇവിടെ സൈഡിൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇൻഡിഗോ കിടപ്പുണ്ട്, ജനലിൽ കൂടി കാണാൻ പറ്റുമെന്ന് പറയാം. എനിവേ കാണുന്നുണ്ട് ഇൻഡിഗോ പ്ലസ്, അതുപോലെ ഞാൻ സ്പൈസ് ജെറ്റിൽ പോകും. അപ്പോൾ ഗൈസ് ബോർഡിങ് ആയി തുടങ്ങി, പ്രീ ബോർഡിങ് വിളിച്ചു തുടങ്ങി. സോ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ് പ്രീ ബോർഡിങ് നോക്കാം. എൻ്റെ സീറ്റ് നമ്പർ 3 ആണ്, വിൻഡോ സീറ്റ്. എൻ്റെ ചേച്ചി മേടിച്ചെന്ന്. അതെ, ഞാൻ കൊച്ചിക്ക് ടു ബോംബെക്ക് പോകുന്നത് എന്തിനായിരുന്നു, ലൈക്ക് എൻ്റെ കമ്പനിയുടെ ലൈഫ് സർവേ, ഒരു വെസലിൻ്റെ ലൈഫ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ചെയ്തിട്ട് ഞാൻ വരും 2-3 ഡേയ്സ് മാക്സിമം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മലയ്ക്ക് പോകണം. സോ ഞാൻ സ്വാമിയാണ്, സ്വാമി ശർമ്മ. അപ്പോൾ അതിനുവേണ്ടി പോകുന്നതാണ്. സോ അവിടെ ചെന്ന് ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണും, ടൈമുണ്ടെങ്കിൽ. സോ അപ്പോൾ ഇനിയും ബോംബെയിൽ ചെന്നിട്ട് കാണിക്കാം, അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കാണിച്ചു തരാം, ഫ്ലൈറ്റിൻ്റെ അത് കാണിച്ചു തരാം. ബോർഡിങ് കഴിഞ്ഞു, എൻ്റെ ഫ്ലൈറ്റ് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഫ്ലൈറ്റ്, സ്പൈസ് ജെറ്റ്. रक्षा जैकेट को एयरक्राफ्ट द्वार से बाहर निकलते समय ही फुलाएं। आपातकालीन स्थिति में guys, മുംബൈ എയർപോർട്ടിൽ കരുത്തി 2-ൽ വരുമെന്നാണ് പറഞ്ഞ ലഗേജ്. സോ ഐ ആം ഗോയിങ് ഫോർ 2. ഇതൊരു സിനിമ ഉണ്ട്, ഡോൺലി മാമിൻ്റെ ഒരു സിനിമ ഉണ്ട്, കൊറിയൻ. ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, സോ ഐ വെയിറ്റ് ഫോർ ലഗേജ്. അവസാനം കിട്ടി. ആദ്യം പറഞ്ഞപ്പുറത്ത്, പിന്നെ പറഞ്ഞപ്പുറത്ത്. അമ്മമാരെയൊക്കെ എന്തോ ചെയ്യാനാ. എനിവേ സാധനം കിട്ടി. ഗൈസ് ലാസ്റ്റ് എൻ്റെ ഊബർ ബുക്ക് ചെയ്ത് ആ പുള്ളിക്കൊണ്ട് വെയിറ്റ്. കുറേ ടാക്സിയൊക്കെ കാണുന്നുണ്ട്. നല്ല പൈസ പൊട്ടി ഊബർ. കമ്പനി പറ്റിക്കാൻ ശരി 820 കാണിച്ചത്. നോക്കട്ടെ. ഓക്കെ, 23 കിലോമീറ്റർ അറ്റ് ലാസ്റ്റ് എത്തി. എന്താ തിരക്ക്. കൊച്ചൊന്നും നല്ല പൈസ. ഇനിയും ഒരു 40 മിനിറ്റ് ഉണ്ട്. വന്നിട്ട് കാണാം. ഹോട്ടലിൽ എത്തിയിട്ട് കാണിച്ചു തരാം. പുള്ളിക്കാരന് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് മുംബൈയിലെ കോസ്റ്റൽ റോഡ് പുതിയതാണ്. ഇതിൻ്റെ അടിയിൽ കടല, ഈ റോഡിൻ്റെ അടിയിൽ. അപ്പം പുതിയതായിട്ട് പറഞ്ഞതാണ്. ഈ കടലിൻ്റെ ഇപ്പം ഞാൻ വന്നപ്പോൾ ഒന്നും ഇതില്ല, അതിപ്പം പുതിയത്. അപ്പോൾ ഇതിൻ്റെ അടി നമുക്ക് കാണാം, റോഡിൽ കൂടി പോകുമ്പോൾ കാണാം അടിയിൽ കടൽ. അപ്പോൾ അതിൻ്റെ കടലിൻ്റെ മണ്ടിൽ കൂടെ മറ്റേ രാമൻ എന്താ സംഭവം, എന്താ രാമസേതു കെട്ടിയ പോലെ ഇവർ കെട്ടിയേക്കുന്ന സാധനമാണിത്. സോ വലിയ വലിയ കമ്പനീസൊക്കെ കാണാം. ഇനി 1:30 ആകുമ്പോൾ എത്തും. ഇന്ന് അവിടെ മാപ്പിൽ കാണിക്കുന്നുണ്ട് 1:30.
ചെക്ക് ഇൻ ചെയ്തു. സോ 290. ഓ ഗൈസ്, റൂമിലെത്തി. ഇതാണ് എൻ്റെ റൂം. ക്യാമറ ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇപ്പം കാണാമല്ലോ അല്ലേ? വാഷ്റൂം, ടി വി ഒന്നും നാളെ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഒന്ന് കിടന്നുറങ്ങട്ടെ. ബൈ. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ബോംബെ ടൂർണമെൻറ്റ് വേണ്ടി ഞാനിവിടെ മുംബൈയിലെത്തിയെന്ന്. അപ്പോൾ ഇനി ബാക്കി കാണാം. ടാറ്റാ. പോയില്ലേ? പോടാ.